20-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കേരളത്തിന്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ച ബ്രിട്ടീഷുകാരുടെ സ്വപ്നഭൂമിയായിരുന്ന മൂന്നാറിനെ അപ്പാടെ തുടച്ചു നീക്കിയ ഇന്നും ഭീതിയോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്ത കേരള ചരിത്രത്തിലെ കറുത്തധ്യായം 99-ലെ വെള്ളപ്പൊക്കം. നാടിനെ നടുക്കിയ ആ ദുരന്തം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് തികയുന്നു. കൊല്ലവർഷം 1099 കർക്കിടക മാസത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സംഭവിച്ച പ്രളയത്തിനെ 99-ലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇത്രയേറെ മുന്നേറിയിട്ടും ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും 2018-ലെ പ്രളയം സമ്മാനിച്ച നഷ്ടങ്ങൾ നമുക്കറിയാം. അപ്പോൾ കൃത്യം 100 വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രളയത്തിന്റെ ഭീകരത നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. 1924 ജൂലൈ മാസത്തിൽ മഴ തുടങ്ങിയത് ശാന്തമായി തന്നെയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മഴയുടെ മട്ടുമാറി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ്. 3 ആഴ്ചയോളം നീണ്ടുനിന്ന ദുരിതപ്പെയ്ത്തിൽ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും മലബാറിനെയും വെള്ളപ്പൊക്കം ഒരേപോലെ ബാധിച്ചു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും 20 അടിയോളം വെള്ളം കയറി. കുട്ടനാട് ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇന്നത്തെ എറണാകുളം ജില്ലയുടെ 4-3 ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ വലഞ്ഞു. കോഴിക്കോട് പട്ടണം പകുതിയിലേറെ മുങ്ങി. 2000-ലധികം വീടുകൾ നിലംപൊത്തി. കനത്ത മഴയിൽ നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. തപാൽ ഉൾപ്പെടെ ആശയവിനിമയ മാർഗങ്ങൾ പൂർണ്ണമായും താറുമാറായി. അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ എത്ര പേർ മരിച്ചു എന്നതിന് കൃത്യമായ കണക്കുകളില്ല. അപകടങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഇതിന് കാരണം. 99-ലെ വെള്ളപ്പൊക്കം കേരളത്തിനുണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടം അന്നത്തെ പഴയ മൂന്നാർ പട്ടണത്തിന്റെ തകർച്ചയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 6500 അടി ഉയരത്തിലുള്ള മൂന്നാർ മുങ്ങിയെന്ന് പറയുമ്പോൾ അന്നത്തെ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകും. ബ്രിട്ടീഷുകാരുടെ അഭിമാനമായിരുന്ന, അവർ ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിച്ച 99-ലെ വെള്ളത്തിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞ പഴയ മൂന്നാർ പട്ടണത്തിന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള പുഴകൾ ചേരുന്നതുകൊണ്ടാണ് മൂന്നാറിന് ആ പേര് ലഭിച്ചത്. AD 1252 മുൻപ് മൂന്നാർ മുതുവന്മാരുടെ ഭൂമിയായിരുന്നു. പണ്ട് പാണ്ഡ്യചോള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് മധുരയിൽ നിന്ന് എത്തിയവരായിരുന്നു അവർ. AD 1252 പൂഞ്ഞാർ രാജവംശം മൂന്നാർ അഞ്ചുനാട് പ്രദേശം കീഴടക്കി. അന്നവർക്ക് സ്ഥലം കാണിച്ചു കൊടുത്ത കണ്ണൻ, തേവൻ എന്നിവരുടെ ഓർമ്മയ്ക്കായാണ് ആ മലനിരകൾക്ക് അവർ കണ്ണൻ ദേവൻ എന്ന പേര് നൽകിയത്. പിന്നീട് നൂറ്റാണ്ടുകളോളം മൂന്നാർ ഭരിച്ചത് പൂഞ്ഞാർ രാജവംശമായിരുന്നു. ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് പടനയിച്ച കാലത്താണ് ആദ്യമായി ബ്രിട്ടീഷുകാർ മൂന്നാറിലെത്തുന്നത്. 1790-ലാണ് കേണൽ ആർതർ വെല്ലസ്ലി നയിച്ച ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിനെ എതിരിടാനായി മധുരയിൽ നിന്ന് കമ്പംമേട് വഴി മൂന്നാറിലേക്ക് മല കയറിയത്. മൂന്നാറിലെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഇഷ്ടപ്പെട്ട ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് ശേഷം തിരികെ മടങ്ങിയില്ല. 1831-ലാണ് മൂന്നാറിലേക്കുള്ള പ്രധാന റോഡുകൾ പണിയുന്നത്. കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പീണ്ടിമേട്, കുറത്തിക്കുടി, മാങ്കുളം, ആനക്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് റോഡ് പണിതു. ആലുവ മൂന്നാർ രാജപാത എന്നറിയപ്പെട്ട ഈ റോഡ് മധുര കൊടുങ്ങല്ലൂർ റോഡിന്റെ ഭാഗമായിരുന്നു. കൊച്ചിയെ മൂന്നാറുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയായിരുന്നു ഇത്. 1878-ൽ പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത കണ്ണൻദേവൻ കുന്നുകളിൽ ബ്രിട്ടീഷുകാർ കോട്ടമണിതു. 1880-ലാണ് മൂന്നാറിൽ ആദ്യമായി തേയിലകൃഷിക്ക് തുടക്കം കുറിക്കുന്നത്. AH ഷാർപ്പ് എന്ന ബ്രിട്ടീഷുകാരൻ പാർവതി എസ്റ്റേറ്റിലെ 50 ഏക്കറിലാണ് ആദ്യമായി തേയിലച്ചെടി നടുന്നത്. 1888-ൽ മൂന്നാറിൽ ആദ്യമായി തപാലാഫീസ് വന്നു. ഇടുക്കിയിലെ തന്നെ ഏറ്റവും പഴയ തപാലാഫീസ് ആയിരുന്നു അത്. 1892-ൽ മൂന്നാറിൽ നിന്ന് നയമക്കാട്, തലയാർ, മറയൂർ, ചിന്നാർ വഴി ഉദുമൽപേട്ടയ്ക്കടുത്ത മാൻപട്ടി വരെയുള്ള റോഡിന്റെ പണി ആരംഭിച്ചു. 1904-ലാണ് കാളവണ്ടികൾക്ക് പോകുന്ന രീതിയിൽ ഈ വഴി വികസിപ്പിച്ചത്. 1923-ൽ ഈ വഴിയിലൂടെ മോട്ടോർ വാഹനങ്ങളും ഓടിത്തുടങ്ങി. 1900-ലാണ് മൂന്നാറിലെ ആദ്യത്തെ റോപ്പ് വേ വരുന്നത്. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്നും ബോഡിനായ്ക്കന്നൂരിലെ കുരങ്ങണിയിലേക്കാണ് റോപ്പ് വേ പണിതത്. വൈദ്യുതിയിൽ പ്രവർത്തിച്ചിരുന്ന റോപ്പ് വേ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോപ്പ് വേകളിൽ ഒന്നായിരുന്നു. ഇതിനോടകം തന്നെ തേയില കൃഷി വൻ വിജയമായി. മൂന്നാറിലും പരിസരങ്ങളിലുമായി 16 തേയില ഫാക്ടറികൾ നിലവിൽ വന്നു. തേയില ഫാക്ടറികളിൽ നിന്ന് തേയില ചാക്കുകളിലാക്കി കാളവണ്ടികളിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ തേയില കൃഷി തഴച്ചു വളർന്നതോടെ അത് പോരാതെ വന്നു. അങ്ങനെ 1902-ൽ തേയിലയും മറ്റു ചരക്കുകളും കൊണ്ടുപോകുന്നതിനായി മോണോ റെയിൽ സർവീസ് നിലവിൽ വന്നു. കുണ്ടളവാലി റെയിൽവേ എന്നായിരുന്നു അത് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോണോ റെയിൽ സർവീസാണ് അതെന്ന് പറയപ്പെടുന്നു. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി, കുണ്ടള വഴി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ അതിർത്തി വരെയായിരുന്നു റെയിൽപാത. ഇന്നത്തെ കണ്ണൻദേവൻ കമ്പനിയുടെ ആസ്ഥാനമായിരുന്നു അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് മുതിരപ്പുഴയാറിന് കുറുകെ പാലം തീർത്ത് അതിലൂടെയായിരുന്നു പാത പോയിരുന്നത്. മൂന്നാർ കൂടാതെ മാട്ടുപ്പെട്ടിയിലും കുണ്ടള, പാലാറിലും സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. മൂന്നാറിലെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയില അവിടെ നിന്ന് ട്രെയിനിൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കും. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി അത് ബോഡിനായ്ക്കന്നൂരിലേക്ക് അയക്കും. ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് തൂത്തുക്കുടിയിൽ എത്തിച്ച് അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയക്കും. ഇങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ അന്ന് ചെയ്തിരുന്നത്. 1904-ൽ പള്ളിവാസലിൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും തുടങ്ങി. ഫിൻലെ എന്ന കമ്പനിയായിരുന്നു മുതിരപ്പുഴയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. 1910-ൽ പെരിയ കനാലിൽ രണ്ടാമത്തെ പവർ സ്റ്റേഷൻ തുടങ്ങി. 1920 ആയപ്പോഴേക്കും മാട്ടുപ്പെട്ടി, എല്ലപ്പെട്ടി തുടങ്ങി ചെറു പവർ ഹൗസുകൾ സ്ഥാപിച്ച് അവിടെ നിന്നും വൈദ്യുതോൽപാദനം തുടങ്ങി.
ഇതുകൂടാതെ വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ടെലിഫോൺ എക്സ്ചേഞ്ച് തുടങ്ങിയവ മൂന്നാറിലുണ്ടായിരുന്നു. അതായത് അക്കാലത്ത് കേരളത്തിലെ മറ്റൊരു പ്രദേശത്തിനും അവകാശപ്പെടാനാവാത്ത സൗകര്യങ്ങൾ മൂന്നാറിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അവിടേക്കാണ് ഇടുത്തി പോലെ 1924 ജൂലൈയിൽ പേമാരി വന്നു പതിക്കുന്നത്. 1924 ജൂലൈ 16 അന്നാണ് മഹാപ്രളയത്തിലേക്ക് വഴിവെച്ച കനത്ത മഴയുടെ തുടക്കം. അതിനു മുൻപുള്ള ദിവസങ്ങളിലും മഴയുണ്ടായിരുന്നെങ്കിലും അതത്ര ശക്തമായിരുന്നില്ല. എന്നാൽ ജൂലൈ 16 കഥ മാറി. അന്ന് ഇടുക്കിയിൽ മാത്രം പെയ്തത് 31.7 സെന്റിമീറ്റർ മഴയാണ്. ബ്രിട്ടീഷുകാരുടെ കണക്കുകൾ അനുസരിച്ച് ജൂലൈ മാസം മാത്രം ഇടുക്കിയിൽ 485 സെന്റിമീറ്റർ മഴ പെയ്തു. ദിവസങ്ങൾക്കുള്ളിലുണ്ടായ 2 പ്രളയങ്ങളാണ് മൂന്നാറിനെ തകർത്തത്. കനത്ത മഴയിൽ ഒഴുകിയെത്തിയ മരങ്ങളും മണ്ണും അടിഞ്ഞ് ഇന്ന് മാട്ടുപ്പെട്ടി അണക്കെട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ബണ്ട് രൂപപ്പെട്ടു. ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ വെള്ളമെല്ലാം ആ ബണ്ടിൽ കെട്ടി നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അധികം വൈകാതെ തന്നെ ആ ഭാരം താങ്ങാനാവാതെ ബണ്ട് തകർന്നു. താഴോട്ട് ഇടിച്ചു കുത്തിയൊഴുകിയ മരങ്ങളും മലവെള്ളവും മൂന്നാർ പട്ടണത്തെ തകർത്തു. റെയിൽപാതകളും റോഡുകളും മൂന്നാർ റെയിൽവേ സ്റ്റേഷനും നാമാവശേഷമായി. അങ്ങനെ മാട്ടുപ്പെട്ടി പ്രദേശത്തെ ബണ്ട് തകർന്നാണ് ആദ്യ പ്രളയമുണ്ടായത്. നിലവിലെ ഹെഡ്വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ ബണ്ട് രൂപപ്പെട്ടിരുന്നു. പെരിയവര, കന്നിമല എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം കൂടിയായപ്പോൾ മൂന്നാറിന് സമീപം 1000 ഏക്കറോളം തടാകത്തിന് സമാനമായി. മൂന്നാറിലെ ടീ ഫാക്ടറികളും വർക്ക്ഷോപ്പുകളും ഒക്കെ മുങ്ങി. മഴ തുടങ്ങി 6ാം ദിവസമായപ്പോൾ ഈ ബണ്ടും പൊട്ടി. ഈ വെള്ളം കുതിച്ചൊഴുകിയെത്തിയത് പള്ളിവാസലിലേക്കാണ്. അങ്ങനെ പള്ളിവാസലിൽ 150 അടി ഉയരത്തിൽ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടു. പള്ളിവാസലിൽ വൈദ്യുതോൽപാദനത്തിനായി ഉപയോഗിച്ചിരുന്ന 2 ജനറേറ്ററുകൾ മണ്ണിനടിയിലായി. മൂന്നാറിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളമുയർന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം വെള്ളമിറങ്ങിയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ പണിതുയർത്തിയ മൂന്നാർ പട്ടണം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരുന്നു. മൂന്നാറിന് സ്വന്തമായി ഉണ്ടായിരുന്ന മോണോറെയിൽ സർവീസും മണ്ണടിഞ്ഞു. പിന്നീട് അധികാരികളും നാട്ടുകാരും ഒരുമിച്ചിറങ്ങി പട്ടണം പുനർനിർമ്മിച്ചു. പഴയ മൂന്നാർ പട്ടണത്തിന്റെ 1 കിലോമീറ്റർ അകലെയാണ് ഇന്നത്തെ മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ റെയിൽ പാളങ്ങൾ പിന്നീട് വൈദ്യുത പോസ്റ്റുകൾക്കായി ഉപയോഗിച്ചിരുന്നു. അതേ പാളങ്ങൾ തന്നെയാണ് കണ്ണൻദേവൻ ആസ്ഥാനത്തെ ഗേറ്റിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ മൂന്നാർ പട്ടണത്തിന്റെ പ്രതീകമായി 2018 ലഭിച്ച പഴയ മോണോറെയിലിന്റെ ചക്രം ഇന്ന് മൂന്നാർ ടീ മ്യൂസിയത്തിൽ നിലകൊള്ളുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.